30 വർഷം മുൻപ് ആവിഷ്കരിച്ച പദ്ധതികളാണ് ഇപ്പോഴും തിരുവനന്തപുരം പട്ടണത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. 30 വർഷം മുൻപുണ്ടായിരുന്ന ജനസംഖ്യയുടെ കണക്കിനിട്ട പൈപ്പിലൂടെയാണ് ഇപ്പോഴും വെള്ളം വരുന്നത്. വേനൽ വരുമ്പോഴേക്കും, വേനൽ കടുക്കുമ്പോൾ പലപ്പോഴും അരുവിക്കരയിലെ ജലസംഭരണികൾ വറ്റാറുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ദീർഘവീക്ഷണത്തോടെ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തിയാൽ മാത്രമേ വരും കാലങ്ങളിൽ നമുക്ക് ഈ പ്രശ്നത്തെ നേരിടാൻ സാധിക്കൂ. ഈ കിയോസ്കുകൾ പ്രവർത്തിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റും എടുത്തു. എസ്റ്റിമേറ്റ് തുക പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, ഞാനതിവിടെ പറയുന്നില്ല. ഈ കിയോസ്കുകൾ എത്ര വർഷം മുമ്പാണ് പണി കഴിപ്പിച്ചത്? അത് മാസങ്ങൾക്ക് മുമ്പ് തകരാറിലായി. ഇങ്ങനെയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്ത ആരാണെന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. ഈ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടത്തിയ 1000 കോടി രൂപ നഗരത്തിൽ ചെലവഴിക്കുമ്പോൾ ആ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ പണി കഴിപ്പിച്ച പല റോഡിൽ ഇപ്പോഴും വെള്ളം കെട്ടുന്നുണ്ട്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിന് ശേഷം നിരവധി ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ കുടിവെള്ള പ്രശ്നം ഗുരുതരമായിരിക്കുന്ന സാഹചര്യം, നഗരങ്ങളിൽ അങ്ങോളം ഇങ്ങോളമുള്ള വാട്ടർ കിയോസ്കുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. അതുകൂടാതെ സ്മാർട്ട് സിറ്റി റോഡുകളിൽ ഇക്കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ സ്മാർട്ട് സിറ്റി റോഡുകളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും പുതിയൊരു മഴക്കാലം, ഈ വർഷത്തെ മഴക്കാലം ജൂൺ മാസത്തോടുകൂടി അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈയൊരു ഭരണസമിതി, അതായത് പുതിയ ഭരണസമിതി നിലവിൽ വന്ന സാഹചര്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എവിടെയെത്തി? അതുകൂടാതെ ഈ കടുത്ത വേനലിൽ ഉൾപ്പെടെ കുടിവെള്ള പ്രശ്നം നഗരസഭ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നഗരസഭാ മേയറായ VV രാജേഷ് തന്നെ ഇപ്പോൾ ഇതിനെല്ലാം തന്നെ മറുപടി മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകുകയാണ്. ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വസ്തുതകൾ വീണ്ടും ചർച്ചയാവുകയാണ്. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, നെയ്യാറിൽ നിന്നും കൂടുതൽ ജലം നഗരത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആലോചന ആ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തന്നെയാണ് ആവശ്യം. അതായത് ഒരു ഉദ്ദേശം 30 വർഷം മുൻപ് ആവിഷ്കരിച്ച പദ്ധതികളാണ് ഇപ്പോഴും തിരുവനന്തപുരം പട്ടണത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഈ 30 വർഷം മുമ്പുണ്ടായിരുന്ന ജനസംഖ്യയല്ല ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. 30 വർഷം ഉണ്ടായിരുന്ന ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളേക്കാൾ നിരവധി എണ്ണം കൂടിയിട്ടുണ്ട്. ജനസംഖ്യ തന്നെ ലക്ഷക്കണക്കിന് നഗരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഫ്ലാറ്റുകൾ 100 കണക്കിന് കൂടിയിട്ടുണ്ട്. സ്ഥാപനങ്ങൾ 100 കണക്കിന് കൂടിയിട്ടുണ്ട്. ആശുപത്രികൾ വന്നിട്ടുണ്ട്. മോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് USTയിൽ പോയിരുന്നു. USTയിൽ മാത്രം 7000 ജീവനക്കാരുണ്ട്. എല്ലാ വിഭാഗത്തിലും കൂടെ പണിയെടുക്കുന്ന 7000 ജീവനക്കാരുണ്ട്. UST 30 വർഷത്തിനിപ്പുറമാണ് വന്നത്. അതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 800 IT സ്ഥാപനങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ളത്. ഈ ഇത്രയും പേരിൽ നല്ലൊരു ശതമാനവും പട്ടണത്തിന് പുറത്തുനിന്ന് വന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ പലരുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 30 വർഷം മുൻപുണ്ടായിരുന്ന ജനസംഖ്യയുടെ കണക്കിനിട്ട പൈപ്പിലൂടെയാണ് ഇപ്പോഴും വെള്ളം വരുന്നത്. വേനൽ വരുമ്പോഴേക്കും, വേനൽ കടുക്കുമ്പോൾ പലപ്പോഴും അരുവിക്കരയിലെ ജലസംഭരണികൾ വറ്റാറുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ദീർഘവീക്ഷണത്തോടെ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തിയാൽ മാത്രമേ വരും കാലങ്ങളിൽ നമുക്ക് ഈ പ്രശ്നത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി വന്ന് ആദ്യത്തെ നാളുകളിൽ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ വിവരം ബോധ്യപ്പെടുകയും നെയ്യാറിൽ നിന്നുൾപ്പെടെ വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യകത ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ഭാവിയിലെങ്കിലും ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത വളരെ ഗൗരവത്തോടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്യുകയും ഇതിൽ നഗരഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷൻ്റെ എല്ലാവിധത്തിലുള്ള
ഇടപെടലുകളും സഹകരണവും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ആണ് നമ്മൾ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വാഭാവികമായും ജലവിതരണത്തിൽ കോർപ്പറേഷൻ്റേതായ ഇടപെടലുകൾ നടത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മാധ്യമപ്രവർത്തകർ പരിശോധിച്ചാൽ അറിയാം, നാളിതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ ഈ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. ഇത്രത്തോളം ടാങ്കറുകൾ സൗജന്യമായി കുടിവെള്ളവുമായി നഗരത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ച നാളിതുവരെ കണ്ടിട്ടില്ല. 100 കൗൺസിലർമാരോട് ആരോട് നിങ്ങൾ അന്വേഷിച്ചാലും അറിയാം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർ റൂം ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഒരുപക്ഷെ ടാങ്കറിൻ്റെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും റൂട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ താമസിക്കാറുണ്ട്. പക്ഷേ കൗൺസിലർമാർ വിളിച്ചാൽ ആ എത്തിക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ വിളിച്ചാൽ, അല്ലെങ്കിൽ ആ ഓരോ പ്രദേശത്തുമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ടാങ്കറിൽ സൗജന്യമായി വെള്ളം എത്തിക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുൻപ് ഇന്ന് ഞാനൊരു പത്രത്തിൽ കണ്ടു, വലിയ ടാങ്കുകൾ പല സ്ഥലത്തും വയ്ക്കുമായിരുന്നു എന്ന് വാർത്ത കണ്ടു. ടാങ്കുകൾ വെച്ചാൽ അവിടെ പോയി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വീണ്ടും സംവിധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് ചെറിയ ടാങ്കറുകൾ, ഈ ടാങ്കുകൾ വയ്ക്കുന്നതിന് പകരം 20,000 ലിറ്ററിൻ്റെ ടാങ്കറുകൾ ഓരോ പ്രധാനപ്പെട്ട ജംഗ്ഷനിലും ഇട്ടിട്ട് 2,000 ലിറ്ററിൻ്റെയും 5,000 ലിറ്ററിൻ്റെയും ചെറിയ ചെറിയ ടാങ്കറുകൾ ഇടറോഡുകളിൽ ഓടുന്ന സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ വേണ്ടി വലിയ വലിയ കണ്ടെയ്നർ കൊണ്ട് അവർ പോയി എടുക്കണമല്ലോ, വീണ്ടും അതിൻ്റെ സംവിധാനം വേണമല്ലോ. അത് ജനങ്ങളുടെ ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് 20,000 ലിറ്ററിൻ്റെ ടാങ്കർ തന്നെ റോഡിലിട്ടിട്ട് എങ്ങോട്ടാണ് ആവശ്യം അതിലിട്ട് വിട്ടുകൊടുക്കുക. അപ്പോൾ അത്രത്തോളം ശുഷ്കാന്തിയോടെ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യും. ഓരോ വാർഡിലും ഓരോ ടാങ്കർ വിട്ടു കൊടുത്തിരിക്കുകയാണ്. നാളിതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടലുകൾ വേണം. അതിന് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം ആ ഭാഗത്തും നിർവഹിക്കും. പ്രത്യേകിച്ചും BJP കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കും. അത് തിരുവനന്തപുരത്തിന് വേണ്ടി ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയും കൂടി ഭാഗമാണ് ഇതെന്നു കൂടിയുള്ള വസ്തുത ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം ഒരു 1000 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ അവരുടെ മാത്രം ഉത്തരവാദിത്വം ആണ് എന്നുള്ള നിലപാടിലേക്ക് പോകരുത്. കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ചെയ്യുകയാണ്. പക്ഷേ പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവരിക എന്നുള്ളതിന് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ ഇടപെടൽ ആവശ്യമാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയല്ലേ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ച് ഡയറക്ഷൻ കൊടുത്തത്. അത് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്വം ആ ഭാഗത്തുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അത് ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് അതിലപ്പുറം ഇപ്പോൾ കിടക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളാവും. ഇപ്പോൾ കിയോസ്കുകളുണ്ട്. ഈ കിയോസ്കുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്കും ഞങ്ങൾ ആദ്യ ആഴ്ചയിൽ തന്നെ കിയോസ്കുകളെക്കുറിച്ച് പരിശോധന നടത്തി. എഞ്ചിനീയറിംഗ് വിദഗ്ധരെ കൊണ്ടുവന്ന് ഈ കിയോസ്കുകൾ മുഴുവൻ പരിശോധിച്ചു. ഈ കിയോസ്കുകൾ പ്രവർത്തിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റും എടുത്തു. എസ്റ്റിമേറ്റ് തുക പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, ഞാനതിവിടെ പറയുന്നില്ല. ഈ കിയോസ്കുകൾ പ്രവർത്തനം ആരംഭിച്ച് 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ കിയോസ്കുകൾ പ്രവർത്തനരഹിതമായി. അതോടൊപ്പം തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പണി കഴിപ്പിച്ച ഈ ടോയ്ലറ്റുകളും പ്രവർത്തനരഹിതമായി. ഈ ടോയ്ലറ്റുകളും കിയോസ്കുകളും പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയുള്ള വളരെ വലിയൊരു പരിശ്രമം ഡിസംബർ 26-ാം തീയതി ഭരണസമിതി ചുമതലയിൽ വന്നു. ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ എത്തിച്ചു, പരിശോധിച്ചു, അതിൻ്റെ എസ്റ്റിമേറ്റും എടുത്തതാണ്. അതിനുശേഷം കൗൺസിൽ അക്കാര്യം വയ്ക്കുന്ന ചർച്ചകളായപ്പോഴേക്കുമാണ് മാർച്ച് പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കോഡ് ഓഫ് കോണ്ടാക്റ്റ് പിൻവലിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ തീരുമാനങ്ങളിലേക്ക് പോകാതെ പെൻഡിങ് വച്ചിരിക്കുകയാണ്. നിയമപരമായ തടസ്സമുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കിയോസ്കുകൾ എത്ര വർഷം മുമ്പാണ് പണി കഴിപ്പിച്ചത്? അത് മാസങ്ങൾക്ക് മുമ്പ് തകരാറിലായി. ഇങ്ങനെയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തു ആരാണെന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. മുൻ മേയർ പല കാര്യങ്ങളും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് ഈ ഭരണസമിതിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത് വരെ അക്കാര്യങ്ങളിൽ പറയാതിരുന്നത്. സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടി വരും. മാസങ്ങൾ മാത്രം ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കിയോസ്കുകൾ സ്ഥാപിച്ച്, ഈ ടോയ്ലറ്റുകൾ സ്ഥാപിച്ച് മാസങ്ങൾ കഴിയുമ്പോഴും അത് പണിമുടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ
ആ പ്രവർത്തനങ്ങൾ ആരാണ് നടത്തിയത്, ആ പ്രവർത്തനങ്ങൾ ആരാണ് ഏൽപ്പിച്ചത്, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടത്തിയ 1000 കോടി രൂപ നഗരത്തിൽ ചെലവഴിക്കുമ്പോൾ ആ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ പണി കഴിപ്പിച്ച പല റോഡിലും ഇപ്പോഴും വെള്ളം കെട്ടുന്നുണ്ട്, ഇല്ലേ? സ്മാർട്ട് സിറ്റി റോഡുകളിൽ പലതിലും ഇപ്പോഴും വെള്ളം കെട്ടുന്നതിൻ്റെ കാരണം അത് നടത്തിയ എഞ്ചിനീയറിംഗ് വിദഗ്ധരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ബില്ലൊപ്പിട്ട് വാങ്ങിക്കൊണ്ട് പോയാൽ മാത്രം പോരല്ലോ, അത് നിശ്ചിത കാലത്തേക്ക് ഒരു ഉത്തരവാദിത്വം പറയണമല്ലോ. അപ്പോൾ കൂടുതൽ ചർച്ചയുമായി മുൻ മേയറും മന്ത്രിയുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശദമായ ചർച്ചകളും പരിശോധനയും കാര്യങ്ങളിലാകാം. എന്തായാലും കിയോസ്കുകളുടെയും ഈ ടോയ്ലറ്റുകളുടെയും കാര്യത്തിൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കോഡ് ഓഫ് കോണ്ടാക്റ്റ് മാറുന്നതോടുകൂടി അടുത്ത ഘട്ടം എന്താണ് അക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പരിശോധിക്കും. ഇപ്പോൾ 2 പ്രശ്നമുള്ളത്, ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ പൈപ്പിലൂടെ വെള്ളം കിട്ടുന്ന സ്കൂട്ടർ പോകുന്ന സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിലും നമുക്ക് വെള്ളം എത്തിക്കാനുള്ള പരിമിതിയുണ്ട്. അത് പൈപ്പിലൂടെ എത്തിയാൽ സാധിക്കുകയുള്ളൂ. ആ മാധ്യമപ്രവർത്തകർ പറഞ്ഞ സ്ഥലത്ത് ഓട്ടോ പോകുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെ ചർച്ച വന്ന സമയത്ത് തന്നെ ചെറിയ പിക്കപ്പ് ഓട്ടോ, അതിൽ ഏറ്റവും ചെറിയ ടാങ്ക് എടുത്ത് അതിൽ കയറ്റി വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ടെമ്പററി സംവിധാനവും അറേഞ്ച് ചെയ്യാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും ഇടപെടുവാനുള്ള ഹെൽത്ത് സൂപ്പർവൈസർമാരെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുകൊണ്ട് അവർക്കൊക്കെ തന്നെ അതിനാവശ്യമായുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഇടറോഡുകളിലൊക്കെ പൈപ്പിലൂടെ എത്തിയാൽ മാത്രമേ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ. ടാങ്കിനും ഒക്കെ പോകാനുള്ള പരിമിതിയുള്ള നമുക്കറിയാം, ചെറിയ റോഡുകളിലൊക്കെ തന്നെ. മറ്റൊരു പ്രശ്നം ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്, ഈ പല കരാറുകളും കൊടുത്തിരിക്കുന്നത് 10 വർഷത്തേക്കാണ്. ഇപ്പോൾ ലൈറ്റ് അണഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കുന്നവർക്ക് കരാർ കൊടുത്തിരിക്കുന്നത് 10 വർഷത്തേക്കാണ്. 10 വർഷത്തേക്ക് പല കരാറുകളും കൊടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട്, സാങ്കേതികവിദ്യ ഇപ്പോൾ ഓരോ കാലം കഴിയുമ്പോഴും മാറുകയാണ്. 6 മാസം 1 വർഷം കഴിയുമ്പോൾ മാറുകയാണ്. അപ്പോൾ പുതിയ സാങ്കേതികവിദ്യകൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പരിമിതി നമുക്കുണ്ടാകും. ഇന്നലെ ചില എഞ്ചിനീയർമാർ ബന്ധപ്പെട്ടത് നമുക്ക് പോസ്റ്റിൽ കയറാതെ തന്നെ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴെ നിന്നുകൊണ്ട് ബൾബ് മാറ്റാം, ഇലക്ട്രിക് പോസ്റ്റിലെ ബൾബ് മാറാം. അതിൽ ഉള്ള അഡ്വാൻറ്റേജ് ഒന്ന്, KSEBയുടെ ലൈൻ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഈ എക്യുപ്മെൻ്റ് തന്നെ മുകളിൽ പോയി ഫ്യൂസായ ബൾബ് ഊരി വരികയും ആ സമയം പുതിയ ബൾബ് കൊടുത്താൽ അത് തന്നെ നേരെ പോയി ഘടിപ്പിച്ചിട്ട് വരും. അതൊരു മോട്ടോർ വർക്ക് ചെയ്താൽ മതി. ആ സാങ്കേതികവിദ്യ ഇന്നലെ കാണിച്ചു. അപ്പോൾ 10 വർഷത്തേക്ക് ഒരു കരാർ കൊടുത്തിരിക്കുമ്പോഴേക്കും ആ സാങ്കേതികവിദ്യ ഇതിൽ ഇൻഡക്റ്റ് ചെയ്യാനുള്ള പരിമിതിയുണ്ട്. കുറേ നിയമ തടസ്സങ്ങളുണ്ടാവും, സാമ്പത്തിക കാര്യങ്ങളിലുള്ള ചർച്ചകൾ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ 10 വർഷത്തേക്കും 15 വർഷത്തേക്കും ഒക്കെ കരാർ കൊടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ ഭരണസമിതി അഭിമുഖീകരിക്കുന്നുണ്ട്. ലീഗൽ ഒപ്പീനിയൻ പലരും തേടിയിട്ടുണ്ട്. കാരണം നാളെ ഹൈക്കോടതിയും കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നീണ്ടുപോകും. ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളുടെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ കൗൺസിലർമാരൊക്കെ, വനിതാ കൗൺസിലർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ അറിയാം, LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും ഉൾപ്പെടെ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരൊക്കെ രാത്രി 12 മണി 1 മണിക്കും ഒക്കെ ആൾക്കാർക്ക് ഈ വെള്ളം കിട്ടുന്ന സമയത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.